ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസം. എല്ലാ കുട്ടികളും രാവിലെ തന്നെ സ്കൂളിൽ പോകാനായിട്ട് റെഡിയാവുന്നു. പക്ഷേ നമ്മുടെ നായിക ഇപ്പോഴും അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. തലവഴിയെ ഷീറ്റ് മൂടി പൊതച്ച് നല്ല ഉറക്കമാണ്. സ്കൂളിൽ പോകണമെന്ന് യാതൊരു ബോധമില്ല. ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ നമ്മളെല്ലാം ആദ്യം എന്താ കേൾക്കുന്നത്? അമ്മയുടെ വഴക്ക്. ഇത് തന്നെ അവിടെ നടന്നത്. അവളുടെ അമ്മയും അടുക്കളയിൽ നിന്നുകൊണ്ട് ഇവളെ വിളിച്ചു. ഏഞ്ചലേ, ഏഞ്ചലേ, എത്ര നേരം കൊണ്ടാണ് നിന്നെ ഈ വിളിച്ചോണ്ടിരിക്കുന്നത്? എനിക്കത് ചെവി കേൾക്കത്തില്ലേ? ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ. സ്കൂളിലെ ഫസ്റ്റ് ഡേയാ. നേരത്തെ സ്കൂളിൽ ചെല്ലണമെന്ന് അറിയാം, എന്നിട്ടും കിടന്ന് ഉറങ്ങുക പെണ്ണ്. അവധിയെല്ലാം തീർന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ. എന്നെ അങ്ങോട്ട് വരുത്തിക്കരുത് കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങി വന്നോണേ ഇപ്പം. ഈ അമ്മയ്ക്ക് രാവിലെ എന്തോത്തിന്റെ സോക്കേടാ. മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കത്തില്ല. എനിക്കാണ് നല്ല ഉറക്കവും വരുന്നു. എന്തോ സ്കൂളങ്ങോട്ട് അടച്ചില്ല, ഓൺലൈന് മുമ്പ് തുറക്കുകയും ചെയ്തു. ഈ സ്കൂളൊക്കെ കണ്ടുപിടിച്ചാൽ എൻ്റെ കൈ കിട്ടിയത് ഞാൻ കൊന്നു അങ്ങനെ അവനെയൊക്കെ. അങ്ങനെ മടി പിടിച്ച് അവൾ സ്കൂളിലെത്തി. സെക്യൂരിറ്റിയോട് ക്ലാസ് എല്ലാം ചോദിച്ചറിഞ്ഞ് അവൾ അവളുടെ ക്ലാസ്സിലോട്ട് പോയി. ഈ സ്കൂളെന്ത് പെട്ടെന്നാ തുറന്നു. ഇപ്പം അങ്ങോട്ട് അടച്ചില്ല, ഓൺലൈന് മുമ്പ് തുറക്കുകയും ചെയ്ത്. എനിക്ക് ഇങ്ങോട്ട് വരണമെന്നേ ഇല്ല. ഞാനും അവിടെ കിടന്ന് ഉറങ്ങാന്ന് കരുതിയത്. അമ്മ സമ്മതിക്കണ്ടേ? അങ്ങനെ അവർ കുറേ നേരം ഇങ്ങനെ കളിച്ച് ചിരിച്ച് ഇരുന്നു. അപ്പോഴാണ് അവരുടെ ഫസ്റ്റ് പീരീഡിൻ്റെ ബെല്ലടിച്ചു. അവരുടെ ക്ലാസ് ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി വന്നു. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഐ ആം മിസ്സസ് മേരി. I am your class teacher this year and I am going to teach you English. നമുക്ക് എല്ലാവരെയും പതിയെ പരിചയപ്പെടാം. ഈ ഇയർ നമ്മുടെ ക്ലാസ്സിലൊരു ന്യൂ സ്റ്റുഡൻ്റ് ഉണ്ട്. അപ്പോൾ ആരും അടിയൊന്നും ഉണ്ടാക്കാൻ പോകരുത്, എല്ലാവരും ഫ്രണ്ട്ലി ആയിരിക്കുക. അപ്പോൾ കമൻ ആൻഡ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. എൻ്റെ കൃഷ്ണ, ഒരു ആങ്കൊച്ചായിരിക്കണേ. എനിക്ക് ലൈൻ അടിക്കാൻ പറ്റുന്ന രീതിയിൽ കാണാൻ കൊള്ളാവുന്ന ഒരു ആങ്കൊച്ചായിരിക്കണേ. അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഈ വരുന്ന കൊച്ചൊരു പെൺകൊച്ചായിരിക്കണേ, ആങ്കൊച്ചാവല്ലേ ദൈവമേ. അങ്ങനെ ഇവിടെ സുഖിക്കണ്ട. എത്ര ആമ്പിള്ളേരെ അടിയിലടിക്കുന്നത്. എന്തോ ഇത് ഏതവതാരമാണോ എന്തോ ഇനി ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോകുന്നത്. ഗുഡ് മോർണിംഗ് എവ്രി വൺ. മൈ നെയിം ഈസ് ജോൺ സേവിയർ. ഞാൻ നേരത്തെ ലേക്ക് ഫോർട്ടിലാണ് പഠിച്ചത്. മിസ്, ഞാൻ പോയിരുന്നോട്ടെ? ജോൺ പോയിരുന്നോളൂ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കേട്ട ജോൺ അവൻ്റെ ബാഗും എടുത്ത് ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ റോയിൽ പോയിരുന്നു. എന്നിട്ട് ചുറ്റും ഒന്ന് നിരീക്ഷിച്ചു. ഹലോ ബ്രദർ, ഞാൻ വിളിക്കുന്നത് ശ്രദ്ധിച്ചില്ലേ? അയ്യോ സോറി, ഞാൻ ക്ലാസ് നോക്കുന്നതിന് തിരക്കില്ല, അത് വിട്ടുപോയി. റിയലി സോറി കേട്ടോ. ഓ, അത് സാരമില്ല. അത് പറഞ്ഞപ്പോഴാണല്ലോ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഞാൻ വിഷ്ണു. ഞാൻ ജോൺ. അത് പറഞ്ഞു കഴിഞ്ഞ് വിഷ്ണു അവൻ്റെ ജോലികളിലേക്ക് മുഴുകിപ്പോയി. അവനാണ് ക്ലാസ്സെല്ലാം ബോറടിച്ചു. ഒന്നിനും ഒരു ഇൻട്രസ്റ്റും ഇല്ല, പഠിപ്പിക്കുന്നതൊട്ട് മനസ്സിലാവുന്നുമില്ല. അങ്ങനെ ജോൺ വെളിയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. അവൻ ആ ജനലിൻ്റെ അരികെ ഇരിക്കുന്ന പെൺകുട്ടി ഒന്ന് ശ്രദ്ധിച്ചു. അവളാണെ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാതെ കൊച്ചു കുട്ടികളെ പോലെ അടുത്തിരിക്കുന്നവനെ ശല്യപ്പെടുത്തി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ കാണിക്കുന്നതെല്ലാം കണ്ട് ജോണിന് ചിരി വന്നു. അവൻ അവളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു, അവൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊന്നറിയാൻ. അങ്ങനെ ലഞ്ച് ബ്രേക്കായി. കുട്ടികളെല്ലാം വെളിയിലേക്ക് പോയി. ജോണിനാണെ ആ പെൺകുട്ടിയെപ്പറ്റി കൂടുതൽ അറിയണമെന്നും അവളെ പരിചയപ്പെടണമെന്നൊക്കെ ഉണ്ട്. അവൻ്റെ ധൈര്യമെല്ലാം സംഭരിച്ച് അവളുടെ അടുത്തേക്ക് വന്നു. ന്യൂ സ്റ്റുഡൻ്റ് അല്ലേ? ഹായ്, എൻ്റെ പേര് ഏഞ്ചൽ. നൈസ് ടു മീറ്റ് യു.
ആ ഹലോ, ഞാൻ ജോൺ. അങ്ങനെ അവരുടെ സൗഹൃദത്തിൻ്റെ തുടക്കമായി. പിന്നീട് അങ്ങോട്ട് അവർ Lighten up, take me on your magic river. Tell me all your dreams align. Sign me up. അമ്മയ്ക്കറിയാമോ ഇന്നലെയാണ് ജോണാണ് എന്തൊക്കെ കാണിച്ചു കൊടുത്തതെന്നറിയാവോ? അതാണ് മിസ്സിന്റെ വഴക്കും കേട്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ ഉച്ചയ്ക്ക് എന്റെ പത്രത്തിൽ നിന്ന് ചോറ് വരുത്തില്ല. ആ പൊട്ടനോട് ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് ഫുഡ് കൊണ്ടുവരാൻ. അവൻ കൊണ്ടുവരുന്നോട്ട് തിന്നത്തുമില്ല. എപ്പോഴും എന്റെ ഫുഡിനെ അവൻ തിന്നത്തുള്ളൂ. അമ്മയ്ക്ക് പിന്നെ ഒരു കാര്യമറിയാവോ? ഏഞ്ചൽ നിർത്തും, കുറെ നേരം കൊണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. ഇനി ഒറ്റ ആമ്പിള്ളാരുടെ കാര്യം ഇവിടെ ഒന്നും നീ പറയണ്ട. പാപ്പയും കണക്ക് കേട്ടോണ്ടിട്ട് നിനക്ക് ബാക്കിയും കൂടെ കേൾക്കും. എത്രാം ക്ലാസ്സിൽ പിടിക്കോ? പ്രേമിക്കാൻ നടക്കുന്നവള്. അമ്മ എനിക്കൊന്നും കേൾക്കണ്ട. ഇനി മേല ഈ വീട്ടിൽ നീ ഏതെങ്കിലും ആമ്പിള്ളാരുടെ കാര്യം പറയുന്ന കേട്ടാ പോയിരുന്നു പഠിക്കടി. ഇവിടെ കൂട്ടുകൂടാൻ പോകുന്ന ആമ്പിള്ളാരുടെ കൂടെ. അവളുടെ അമ്മ അവളെ വഴക്ക് പറഞ്ഞത് അവൾക്ക് ഒരുപാട് വിഷമമായി. അവൾ മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങളാണ് അവളുടെ അമ്മ പറഞ്ഞത്. ഈ 5 മാസം എന്തോ ഒരുപാട് ചേഞ്ച് ആയതുപോലെ. അവൾ ജോണിൻ്റെ കാര്യം പറയുമ്പോഴെല്ലാം അവളുടെ അമ്മയും കൂട്ടുകാരും എല്ലാം അവളോട് ദേഷ്യപ്പെടുമായിരുന്നു. എന്തിനാണെന്നൊന്നും അവൾക്കറിയില്ല. പക്ഷേ ആരെക്കാളും അവൾക്ക് അവനായിരുന്നു വലുത്. അവൻ്റെ സൗഹൃദമായിരുന്നു അവൾക്ക് വലുത്. അങ്ങനെ ജോണും ഏഞ്ചലും പ്രണയത്തിലാണെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരെ ആ സ്കൂൾ മൊത്തം പരന്നു. കുട്ടികളാണെ അത് പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയും ഓരോന്ന് പറയുകയും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഏഞ്ചൽ സ്കൂളിൽ വന്നപ്പോൾ ഹലോ മാഡം, എങ്ങോട്ടാ പോന്നേ? ഇവിടെ നിന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. ജസ്റ്റ് ലീവ് മീ അലോൺ. ഒന്ന് മാറൂ, എനിക്ക് ക്ലാസ്സിലോട്ട് പോകാൻ ടൈമായി. ഓ, നമ്മളൊക്കെ എന്തെങ്കിലും പറയാനായിട്ട് പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ആൾക്ക് കേൾക്കാൻ വയ്യല്ലേ? ആ, ഇപ്പം ജോണായിരുന്നേല് ഇപ്പം കേട്ടേനെ അല്ലേ? എല്ലാം മനസ്സിലാവുന്നുണ്ട്. അനാവശ്യം പറയരുത്. എന്താടി ഞാൻ തെറ്റ് പറഞ്ഞേ? നീ ഇപ്പൊ അങ്ങനെ ക്ലാസ്സിലോട്ട് പോകണ്ട. അവൻ ഏഞ്ചലിനെ അവിടെ ബലമായി പിടിച്ചു നിർത്തി. ഇതെല്ലാം കണ്ടുകൊണ്ട് ജോൺ അങ്ങോട്ട് വന്നു. ജോണിന് അവൻ്റെ ദേഷ്യം അടക്കാൻ പറ്റിയില്ല. ഏഞ്ചൽ ജോണിനെ വലിച്ചെടുത്തുകൊണ്ട് ക്ലാസ്സിലേക്ക് പോയി. എടാ മരങ്കേറി, നീ എന്തിനാണ് എനിക്ക് വേണ്ടി അവനോട്ട് അടി ഉണ്ടാക്കാൻ പോയെ? പിന്നെ നിന്നെ അവൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൈ കിട്ടി നോക്കിക്കൊണ്ടിരിക്കണോ? അതൊക്കെ വിട്. ഇനി എന്റെ പേരിലോ വേറെ ആരുടെയെങ്കിലും പേരിലോ അല്ലെ നീ ചുമ്മാ അടി ഉണ്ടാകാൻ ചെന്ന് കഴിഞ്ഞാൽ എന്തേ അവിടെ നല്ല ചോറിയിരിപ്പുണ്ട്. നല്ല അടി ഞാൻ തരുമെന്ന് വെച്ചോണ്ട്. ഓ ശരി മാഡം. ഒന്നാമതേ ഇവിടെ സ്കൂളിൽ മൊത്തം പറയുന്നത് നീ ഞാനും പ്രേമത്തിലാണ്. അയ്യേ, നിന്നെ പ്രേമിക്കാന് പിന്നെ ഒരു കോക്കാച്ചയൊക്കെ പ്രേമിക്കാൻ എനിക്ക് ഭ്രാന്തല്ലേ? പോയി വേറെ പണി നോക്കടി. എന്താടാ എനിക്കൊരു കുഴപ്പം? നിന്നെ പ്രേമിക്കുന്നതും കണക്ക. മരം കയറിയൊക്കെ ആരെങ്കിലും പ്രേമിക്കുക കണ്ടേച്ചാലും മതി. എന്തായാലും നീ കളക്ഷൻ എടുക്കാൻ പോവാണെങ്കിൽ എന്നെയും കൂടെ കൂടെ കൂട്ടണേ. ഞാൻ ഏതെങ്കിലും പെൺപിള്ളേരെയൊക്കെ ട്യൂൺ ചെയ്തോണ്ട് വരാം നിനക്കായിട്ട്. ബാ, ഇപ്പൊ ക്ലാസ്സിലോട്ട് പോവാം. ക്ലാസ് തുടങ്ങാറായി. മറ്റേ സൗണ്ട് ബിസിയാന്നാ തോന്നുന്നത്. ബാ മോനെ, നീ ഇവിടെ എന്ത് ചെയ്യുവാ? അത് ഞാൻ നോട്ട്സൊക്കെ എഴുതുമായിരുന്നു. നിന്നെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഇപ്പം വരാം. ഇനി എന്തിനാണെന്നുണ്ടോ വിളിക്കുന്നത്? ഹലോ മിസ്റ്റർ ജോൺ,
നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലേ. ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. ആ, പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ക്ലാസ് ആൻഡ് എല്ലാം എങ്ങനെ പോകുന്നു? എല്ലാം മകനൊന്ന് പറഞ്ഞു തന്നാലും. കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. ഇത്രയും ദിവസം എവിടെ പോയിക്കൊല്ലായിരുന്നു, അതാ കാണാത്തത്. ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ കാണാത്ത എൻ്റെ കുഴപ്പമില്ല. ഓ, പുതിയ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴത്തേക്ക് മോൻ അച്ഛനോട് എതിർത്ത് സംസാരിക്കാനൊക്കെ പഠിച്ചു അല്ലേ? ആ, അതൊക്കെ വിട്. ഇപ്പോൾ നിന്റെ ക്ലാസ്സിലെ റാങ്ക് എത്ര? ഫസ്റ്റ് റാങ്ക്. ഓക്കെ, നമ്പർ ഓഫ് ഫ്രണ്ട്സ്? ഇതറിഞ്ഞിട്ട് അച്ഛൻ എന്തോ ചെയ്യാനാ? എൻ്റെ ഫ്രണ്ട്സ് എത്ര പേരുണ്ടെന്ന്? ഇതൊക്കെ എനിക്കറിയണം. ഇനി നീ അവിടെ പഠിക്കണമെന്ന് എനിക്കൊരാഗ്രഹമില്ല. നമ്മൾ അടുത്ത മാസം അമേരിക്കയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ നിന്റെ ഇവിടുത്തെ പഠിത്തമെല്ലാം നിർത്തി നമ്മൾ അമേരിക്കയിലോട്ട് പോവാണ്. ഇനി ഇങ്ങോട്ടൊരു തിരിച്ചു വരവില്ല. എൻ്റെ ഇഷ്ടമില്ലാതെ എനിക്ക് എങ്ങോട്ടും പോകണ്ട. നിങ്ങൾ ഇഷ്ടപ്രകാരമല്ലേ ഇത്രയും നാളാകുന്നത്? എനിക്ക് ഈ സ്കൂളിൽ തന്നെ പഠിച്ചാൽ മതി. എനിക്ക് ഇവിടെ തന്നെ നിന്നാൽ മതി. നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്നത് കേട്ടാൽ മതി. എതിർത്ത് ഇങ്ങോട്ടൊന്നും പറയണ്ട. നീ എന്തായാലും ഇനി അമേരിക്കയിൽ പഠിക്കാൻ പോകുന്നുള്ളൂ. ഇവിടുത്തെ പഠിത്തം ഞാൻ നിർത്തുവാണ് നിന്റെ. നീ ഇനി അവിടെ നിന്ന് നിന്റെ കോഴ്സസ് എല്ലാം കംപ്ലീറ്റ് ചെയ്താൽ മതി. എന്തായാലും നിന്നെ ഞാനിവിടെ നിർത്താനായിട്ട് ആലോചിക്കുന്നില്ല. നമുക്ക് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. എന്തിനറിയാമേ ഞാൻ ഇയാളുടെ മകനായി ജനിച്ച് എന്നും ഇയാൾ എനിക്ക് ദുഃഖങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. സന്തോഷം എന്താണെന്നും സൗഹൃദത്തിൻ്റെ വില എല്ലാം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. ഏഞ്ചലിൻ്റെ കൂടെ ഓരോ നിമിഷവും സ്പെൻഡ് ചെയ്യുമ്പോഴാണ് സ്നേഹം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. എന്നിട്ട് അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് ഇപ്പൊ അയാളുടെ കൂടെ ചെല്ലാന്ന് പറഞ്ഞ എന്തിനാ ഇതൊക്കെ? എനിക്ക് വയ്യ ഇവിടെ നിന്ന് പോവാൻ. എനിക്ക് ഏഞ്ചലിൻ്റെ കൂടെ നിന്നാൽ മതി. അങ്ങനെ കുട്ടികളുടെ എക്സാം എല്ലാം കഴിഞ്ഞു. ജോൺ ഏഞ്ചലിനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല അവനെ അവൻ്റെ അച്ഛൻ തിരിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം. അവളെ വിട്ട് അവന് പോകാൻ ഒട്ടും മനസ്സിലായിരുന്നു. അങ്ങനെ ജോണിന് അമേരിക്കയിലേക്ക് പോകേണ്ട ദിവസം എത്തി. അവൻ മനസ്സോടെ ഏഞ്ചലിൻ്റെ അടുത്തേക്ക് എത്തി. ഏഞ്ചലെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് ഞാനിവിടെ നിന്ന് പോവാ. നിനക്കറിയായിരുന്നു എങ്ങനെ? എന്തിനാ? എനിക്ക് പോണ്ട. എനിക്ക് നിന്റെ കൂടെ ഇവിടെ നിന്നാ മതി. എന്തിനാണ് വെറുതെ എൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പണ്ടും ഇങ്ങനെ ഒറ്റയ്ക്കായിരുന്നു. നീ വന്നപ്പോൾ ഞാനോട് സന്തോഷിച്ചു. ഇനി ഒറ്റയ്ക്കായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിന്റെ നല്ലതിനല്ലേ നിന്റെ അച്ഛൻ അതൊക്കെ പറയുന്നത്. നീ ചെന്ന് അമേരിക്ക സെറ്റിലാവും. നല്ലോണം പഠിക്കണേ. എന്നാ വേണ്ട, നിനക്ക് ഫ്ലൈറ്റിന് ടൈമായി കാണുമല്ലോ. ഞാനെന്നാ വീട്ടിലോട്ട് പോട്ടെ. ഇനി വയ്യ, അമ്മ വഴക്കുറി. എന്നാ ശരിടാ, നമുക്ക് ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാം. താങ്ക്സ് ജോൺ, എനിക്ക് തന്ന എല്ലാ മെമ്മറീസിനും. പിന്നെ എനിക്ക് ഈ ലോകത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തെളിയിച്ചേനും. നീ ഇല്ലായിരുന്നേ ഞാൻ എന്ത് ചെയ്യുമെന്നറിയത്തില്ല. ഇനിയും നിന്റെ ഓർമ്മകൾ ഞാനിങ്ങനെ ജീവിച്ചോളാം. എനിക്ക് ഇത്രയും നല്ലൊരു സുഹൃത്തിനെ കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഓ, നീയാണല്ലേ അപ്പം ഏഞ്ചൽ? ആരാ നിങ്ങള്? നിനക്ക് എന്നെ അറിയാൻ സാധ്യതയില്ല, പക്ഷേ നിനക്ക് എൻ്റെ മോനെ നല്ലോണം അറിയായിരിക്കും. എൻ്റെ മോൻ ജോൺ. ആ ജോണിൻ്റെ അച്ഛനാണ് ഞാൻ. എനിക്ക് നിന്റെ ഒരു അങ്കിൾ വിളിയും ഒന്നും കേൾക്കണ്ട. ഞാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എൻ്റെ മോനെ അങ്ങ് വിട്ടേക്കും. അവൻ്റെ പുറകെ കൂടിയിരിക്കുക നീ അങ്ങ്. നിന്നെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. നിന്റെ അച്ഛൻ ഞങ്ങളുടെ കമ്പനിയുടെ അണ്ടറിലല്ലേ വർക്ക് ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ അയാളുടെ ജോലി കളയാം. പിന്നെ നിങ്ങളെ തെരുവിലോട്ട് ഇറക്കുന്നതിനും എനിക്കൊരു മടിയുമില്ല.
അവനെ ഞാൻ അമേരിക്കയിലോട്ട് കൊണ്ടുപോവാം. ഇവിടെ ഞാൻ എന്തായാലും അവനെ നിർത്താൻ പോകുന്നില്ല. ഇനി ഞങ്ങൾ ഇങ്ങോട്ടില്ല. ഇനി നീ എൻ്റെ മകനെ സ്നേഹിക്കുന്നത് കാശിന് വേണ്ടിയാണ്. എത്ര വേണ്ടെന്ന് പറ, ഞാൻ നിനക്ക് തരാം. ജസ്റ്റ് ലീവ് മൈ സൺ അലോൺ. നിങ്ങൾ പറഞ്ഞ പോലെ ഇനി ഞാൻ ഒരിക്കലും അവൻ്റെ ഇടത്ത് പോലും വരത്തില്ല. ഇനി അവനോട് കൂട്ടുകൂടാനും ഒന്നിന് ഞാൻ വരത്തില്ല. അവനെ കൊണ്ടുപോകും, അവൻ രക്ഷപ്പെടട്ടെ. പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ അവനെ പണത്തിന് വേണ്ടിയാ സ്നേഹിച്ചത്. എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വിലപ്പെട്ട സുഹൃത്താവൻ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഞങ്ങളുടെ സൗഹൃദത്തിന് നിങ്ങൾക്കൊരു വിലയിടാമെങ്കിൽ ആ വില എനിക്ക് ആവശ്യമുള്ളത്. അത് നിങ്ങൾക്ക് ഒരിക്കലും തരാൻ കഴിയില്ല. ഞങ്ങളുടെ സൗഹൃദം എത്രത്തോളം ഉണ്ടെന്ന് അത് നിങ്ങൾ ഒരിക്കലും തിരിച്ചറിയില്ല. സൗഹൃദം എന്താണെന്ന് പോലും നിങ്ങൾക്കറിയില്ല. ഇനി ഞാൻ അവൻ്റെ അടുത്തോട്ടില്ല. എനിക്കറിയാം ഏഞ്ചൽ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന്. ഞാനിവിടെ നിന്ന് പോകുന്നത് തന്നെ ആയിരിക്കും നിന്റെ ജീവിതത്തിന് നല്ലത്. ഞാൻ ഉള്ളിടത്തോളം കാലം നിനക്കിന്നും എല്ലാവരുടെയും കയ്യിൽ നിന്ന് വെറുപ്പ് മാത്രമേ കിട്ടൂ. എന്നെപ്പോലെ ഒരാളെ കൂട്ടുകാരനാക്കിയെന്നും പറഞ്ഞ് നീ ഒരിക്കലും വിഷമിക്കാനും പാടില്ല. നീ ഇന്നും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. ഇനിയും അങ്ങനെ തന്നെ തുടരും. പക്ഷെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. ഞാൻ നിനക്കായി തിരിച്ചു വരും. എന്തെങ്കിലും നമുക്ക് കാണാം. നീ എൻ്റെ ഏറ്റവും ഏറ്റവും വിലപ്പെട്ട എൻ്റെ ഫ്രണ്ടാണ്. പക്ഷെ ഈ സമൂഹം നമ്മളെ എന്തൊക്കെയോ ആയിട്ട് ചിത്രീകരിച്ചിരിക്കുകയല്ലേ. റിയലി സോറി ഏഞ്ചൽ. നിന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വന്നിട്ട് നിന്നെ ഇത്രയും വേദനിപ്പിച്ചിട്ട് ഇറങ്ങി പോകുന്നതിന് റിയലി സോറി. ഞാൻ തിരിച്ച് അമേരിക്കയിലോട്ട് പോവുക. ഇനി ഒരു തിരിച്ചു വരവ് എന്നാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിന്നെ അന്വേഷിച്ചൊരിക്കൽ വരും. എടി നീ നേരെ ഞാൻ ഇരിക്കുന്നിടത്ത് വന്നിരുന്നു കേട്ടോ. എന്നാണോന്ന് പറയുന്നത്. എന്നാ നീ ഒരു കാര്യം ചെയ്യണം, മടിയിലോട്ട് വന്നിരിക്കും. കോക്കാച്ചി കണ്ടിട്ടുണ്ടോ? ദാവത നീ സാധനമാണ് കോക്കാച്ചി. പിന്നെ സത്യമല്ലേ പറയുന്നത്? സത്യമാണേ പറയുന്നത്. അതേ ഏഞ്ചൽ കോക്കാച്ചിയാണേ. ആരെയും അത് പിടിച്ചോണ്ട് പോയി ഈ സ്ഥലത്തിലെ. അങ്ങനെ നീ സൂചിക്കണ്ട, നീ എന്നെ കൊണ്ട് പോയാ മതി. അയ്യടാ, ഞാൻ സ്പെഷ്യലായിട്ട് ജോണിന് വേണ്ടി ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ അവന്റെ അടുത്ത് നിന്ന് പാടട്ടത്. പട്ടി നല്ല പട്ടി, ജോണിന പട്ടി, രണ്ട് കാലും കെട്ടി, റോഡിലിട്ട് തട്ടി, വണ്ടി വന്ന മുട്ടി, 10 വയസ്സ് പോലും കെട്ടി കാണത്തില്ല. എടാ മരപ്പട്ടി, എഴുന്നേറ്റ് പോടാ. ഇറങ്ങി പോടി കോക്കാച്ചി. എന്നെ ഇട്ടിട്ട് പോവോ? എന്നെ ഇട്ടാളുടെ ഇവിടെ ഇങ്ങനെ പോവോ? എടാ മരപ്പട്ടി, നീ എന്നെ ഇട്ടിട്ട് പോയാ നിന്നെ ഞാൻ കൊന്ന് കുഴിച്ചു പോകണം കേട്ടോ. എന്നെ ഇട്ടിട്ട് വേണം പോയാൽ. ഇട്ടിട്ട് ഞാൻ എവിടെ പോകാനടി അളവിലാതി? എടി മരങ്കേറ് പെണ്ണേ, നിന്നെ കൊണ്ടല്ല ഞാൻ പോത്തുള്ളൂടി. നീ അല്ലേടി എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. എന്റെ വാലേ, നിന്നെ കൊണ്ടേ ഞാൻ എല്ലായിടത്തും പോവും. സൗഹൃദങ്ങൾ
ഞങ്ങളെ സ്വന്തമാക്കാൻ. Oh my friend, നിൻ